ഇന്നത്തെ പാടാത്ത ഭയങ്കര എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അരുൺ സാറ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും വീട്ടിലിരിക്കുന്നത്. നമ്മുടെ കാർത്തിക ആദ്യമായിട്ട് അരുൺ സാറിനെ അങ്ങോട്ടേക്ക് വിളിച്ച് സംസാരിച്ചതാണ്. അതും ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അരുൺ സാറിൻ്റെ ഫ്രണ്ട് അഖിൽ അങ്ങോട്ട് ഒരു കാപ്പിയും കൊണ്ടിട്ട് വരും. എന്നിട്ട് കുടിച്ചോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കും, അല്ല ഇതെന്താ ഇത്ര സന്തോഷം, ആദ്യമായിട്ട് കാർത്തിക ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാർത്തിക വിളിച്ചപ്പോൾ ഇത്രയ്ക്ക് സന്തോഷമാണെങ്കിൽ അവള് കല്യാണത്തിന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കളിയാക്കിയായിരിക്കും. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്നത് കൃഷി ഓഫീസറായിട്ട് മാത്രമല്ല, നിന്റെ ഉദ്ദേശ ലക്ഷ്യം അവളെ ഒരു നല്ലൊരു കുട്ടീനെ ഇങ്ങനെ കല്യാണം കഴിക്കുക എന്നും കൂടെ ഉണ്ടാവും. അതായിരിക്കും നീ ഇങ്ങോട്ട് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ആശ്വാസ വാക്കുകൾ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ദീപൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ദീപനെ കണ്ടിട്ട് വേഗം ചോദിക്കും, അല്ല നീ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് അവളെ മുടിപ്പിച്ചോ? ആ പിന്നല്ലാതെ, ഞാൻ പോയി കഴിഞ്ഞാൽ മുടിപ്പിക്കാതിരിക്കുമോ? എന്തായാലും അവളുടെ അച്ഛൻ ഒരു പിശുക്കനാണ്. അയാൾ മറ്റ് പല വൃത്തികെട്ട രീതിയിൽ കൂടിയാണ് പൈസ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും, പൈസ ധാരാളം കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പൈസ, ഒരു ചില്ലി പൈസ ആർക്കും വേണ്ടി ചിലവാക്കില്ല. ഇതിപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ടുപോയ അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും പൈസ ചിലവാക്കിയത്. ഞാൻ 50 പവൻ സ്വർണ്ണം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കും, അല്ല ഇത് എവിടേക്കാണ്? എന്തായാലും ഞാൻ നല്ല പോലെ ചിലവാക്കിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പൈസക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിയെന്ന് കേട്ടപ്പം അരുൺ സാറിൻ്റെ ഫ്രണ്ട് വേഗം തമാശയ്ക്ക് ഇങ്ങനെ പറയും, ആഹാ അങ്ങനെയാണെങ്കിൽ ദീപ നീ വേഗം ഒരു 2 കോടി നിന്റെ പേരിൽ എഴുതി തരാൻ പറ, എന്നിട്ട് നമുക്കൊരു സിനിമ പിടിക്കാലോ. സിനിമയ്ക്ക് കഥയ്ക്കും തിരക്കഥയ്ക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, നിന്റെ ജീവിതം തന്നെ നമുക്ക് കഥയാക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞായിരിക്കും. അപ്പോൾ ദീപൻ വേഗം പറയും, ഈ കഥ കൊണ്ട് സിനിമ എടുത്തു കഴിഞ്ഞാൽ ജയിക്കൂല, എൻ്റെ കഥ ജയിക്കാതെ പോയ ഒരു കഥയാണെന്ന് ഇങ്ങനെ പറയും. ഇനി അടുത്ത ലക്ഷ്യം ആ സ്വർണം, ആ വാങ്ങിയ സ്വർണം എനിക്ക് കൈക്കലാക്കണം. എന്തെങ്കിലും പറഞ്ഞ് ഞാനത് കൈക്കലാക്കിയിട്ട് എൻ്റെ പേരിൽ ലോക്കറിലിടും. എന്തായാലും അയാളുടെ സ്വർണ്ണമോ സ്വത്തോ സമ്പത്തോ അതൊന്നും എനിക്ക് വേണ്ട. ഈ സ്വർണം ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കും, അവർക്കെങ്കിലും ഉപകരിക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ട് നല്ല സങ്കടം ഉണ്ടാവും അരുൺ സാറിനൊക്കെ. എന്നിട്ടിങ്ങനെ പറയും, അതെ ഞങ്ങൾ നിന്നോട് വിജിതയെ കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ ഇതിപ്പം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഈ കളി എവിടം വരെ പോകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല സാറേ. എന്തായാലും 24-ാം തീയതിയാണല്ലോ കല്യാണം. അതുവരെ ഇതൊക്കെ നടക്കട്ടെ. ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് ആസ്വദിക്കട്ടെ. അവള് എന്തായാലും അതിനു മുന്നേ ഞാൻ അവളെ നല്ലപോലെ ജീവിതം പഠിപ്പിക്കും. എൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അവളെ ഞാൻ 1000 അല്ല 10,000 വരെ ഏത്തടിപ്പിക്കും. അത് ഞാൻ പറഞ്ഞേക്കാം എന്നും ഇങ്ങനെ ദീപം പറയും. എന്തായാലും നീ എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടുണ്ടല്ലോ, എന്താ നിന്റെ മനസ്സിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, എന്തായാലും ഞാൻ അവളെ ഒറ്റയ്ക്ക് കൊല്ലുന്നില്ല. കൊല്ലരുതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ചാവുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് ചത്തോളാം എന്നിങ്ങനെ പറയുമ്പോൾ ഇവർക്കൊക്കെ പേടിയായിട്ട് ഇങ്ങനെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്തോ ദീപൻ കരുതിയിട്ടുണ്ട് മനസ്സിൽ, അതിപ്പോൾ നമ്മൾ എത്ര ഉപദേശിച്ചു കഴിഞ്ഞാലും അത് മാറില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ദീപൻ പറയും, എന്തായാലും ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദീപൻ അവിടെ നിന്ന് അങ്ങ് വേഗം എഴുന്നേറ്റ് പോകും. പിറ്റേന്ന് രാവിലെ കാർത്ത് പതിവ് പോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നതും കാത്തിട്ട് നമ്മുടെ അരുൺ സാറ് അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. അരുൺ സാറിൻ്റെ കയ്യിൽ എന്തോ ഒരു കത്ത് പോലത്തെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പം കാർത്തിക് അവിടേക്ക് നടന്നു വരുന്നത് കണ്ട് അരുൺ സാർ ഇങ്ങനെ ചിരിച്ചിങ്ങനെ മുന്നിൽ നിൽക്കും. എന്നിട്ട് പറയും, നിനക്ക് ഒരു സാധനം തരാൻ വേണ്ടി വന്നതാ, ഒരു കത്ത് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും. നമ്മുടെ ദീപൻ്റെയും വിജിതൻ്റെയും കല്യാണക്കത്തായിരിക്കും. ഇത് കണ്ടിട്ട് കാർത്തിക് അങ്ങനെ ചോദിക്കും, ഇതൊക്കെ എന്തിനാ ദീപേട്ടൻ, ഇതെന്ത് ഭാവിച്ചിട്ടാ? എന്തെന്തായാലും ദീപൻ്റെ പൈസയ്ക്കൊന്നുമല്ല, വിജിതേൻ്റെ സമ്മതപ്രകാരം അവരുടെ വീട്ടുകാരെന്നെ അടിച്ചതാണ്. കുറേ കത്തൊക്കെ അടച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരാവശ്യമില്ലായിട്ടാണ്. എന്തായാലും അവൻ്റെ ഉദ്ദേശം കുറേ പൈസ മുടിപ്പിക്കുക, അതാണ്. എന്തായാലും ദീപേട്ടനും ഇതൊന്നും വേണ്ട, അവരെ ജീവിക്കാൻ അനുവദിച്ചൂടെ? എന്തായാലും ഇങ്ങനെയൊക്കെയായി, ഇനി ഒരു പ്രശ്നമില്ലാണ്ട് ഒക്കെ നിർത്തി പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ അരുൺ സാറിനോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അരുൺ സാർ ഇങ്ങനെ പറയും, ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യം ഉണ്ടാവും. ദീപൻ വിജിതയ്ക്ക് കുറച്ച് നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും ചിലപ്പം ജനിച്ചിട്ടുണ്ടാവുക. എന്തായാലും നമ്മളിനി അതിന് എതിർത്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും വിജിത നല്ല ടെൻഷനിലാണ്. കാരണം 25-ാം തീയതി എന്താ സംഭവിക്കുകയെന്ന് വിജിതയ്ക്കും അറിയില്ല, പറയുന്ന എനിക്ക് പോലും അറിയില്ല. അതിൻ്റെ വിധി എഴുതിയിരിക്കുന്നത് ദീപനാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. പക്ഷേ എത്ര പേടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ കാണിക്കുന്ന അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല എന്ന് ഇങ്ങനെ നമ്മുടെ
കാർത്തിക പറയും. അപ്പോൾ ഇങ്ങനെ സാറ് പറയും, അത് വെറുതെയാണ്, അവളുടെ ഉള്ളിൽ നല്ല സങ്കടവും നല്ല ടെൻഷനും ഉണ്ട്. ഇതാരെങ്കിലും അറിഞ്ഞാലോ, കാരണം ഇനി മുന്നോട്ട് കാണുന്നത് എന്താണെന്ന് പോലും അവൾക്കറിയില്ല. ചിലപ്പോൾ കല്യാണത്തിൻ്റെ തൊട്ട് മുന്നേ അവൾ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തേക്കാന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കാർത്തിക നല്ലപോലെ പേടിച്ചിട്ടുണ്ടാവും. കാരണം അവളുടെ കൂടപ്പിറപ്പാണ്, അവളുടെ സ്വന്തം എന്ന് പറയുന്ന ഉണ്ണിയേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പം വിജിത. ആ വിജിതേനെയാണ് ഇപ്പം അവൻ അപായപ്പെടുത്തുമോ അല്ലെങ്കിൽ സ്വയം മരിക്കുകയോ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അവൾക്കാണെങ്കിൽ ഇതിനൊന്നും താല്പര്യവുമില്ല. എന്തായാലും ഇതുപോലെ ഒരു അപകടവും പറ്റാതെ നല്ല രീതിയിൽ എല്ലാം ഒന്ന് അവസാനിക്കണേ എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ദേവീൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ളതെന്നും പറഞ്ഞ് ആ കത്ത് സാർക്ക് കൊടുക്കും. അപ്പം പറയും, എന്തായാലും പവിത്രേടത്തിനെ കാണിക്ക്, കാര്യങ്ങൾ ഇവിടം വരെ എത്തിയെന്നൊന്ന് പറയാമെന്നും പറഞ്ഞിട്ട് സാർ ആ കത്തും കൊടുത്തിട്ട് അരുൺ സാർ അവിടെ നിന്ന് അങ്ങ് പോവും. പവിത്രേടത്തി ഈ കത്ത് കണ്ടതും ഞെട്ടലോടെ ആയിരിക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഈ ദീപൻ എന്ത് ഭാവിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പവിത്രേടത്തിക്ക് മനസ്സിലാവുന്നില്ല. ദീപൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തായാലും ഒന്നുറപ്പാണ്, ഒന്നുകിൽ ഇതെല്ലാം സത്യങ്ങളും നമ്മുടെ കല്യാണത്തിന് മുന്നേ വിജിത ഒരിക്കൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ അവൾ സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ആത്മാഭിമാനമുള്ള കുട്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യും. അതൊന്നും ഇല്ലാത്തവൾ ഇതും ചെയ്യില്ല. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ കരകയറാൻ വേറെ പലതും തയ്യാറാക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തായിരിക്കും നമ്മുടെ ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ കയ്യിലാണെങ്കിൽ വിജിതേൻ്റെയും ദീപൻ്റെയും കത്തുണ്ട്. ഇവരെങ്ങനെ ഉണ്ണി വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ മറയ്ക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഉണ്ണി നേരെ വന്ന് കാർത്തൂനോട് പറയും, അല്ല നിനക്ക് ഇവിടെ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? നിനക്കൊന്ന് ഇവിടുന്ന് പൊയ്ക്കൂടെ? നിന്നോട് കുറേ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട്. ഉണ്ണിയേട്ടൻ എന്നെ നന്നാക്കാൻ നോക്കണ്ട, ആദ്യം സ്വന്തം ഭാര്യ വിജിതേനെ നന്നാക്കാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ പിന്നെ അവരെ തന്നെ കുറ്റപ്പെടുത്തും. ഈ പവിത്രേടത്തിനെ കണ്ടിട്ട് നീയും പഠിച്ച് നീ അവരുടെ മോശം സ്വഭാവം കൊണ്ടേ നടക്കണ്ട, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പവിത്രേടത്തി ചോദിക്കുമ്പോൾ പറയും, ഞാനൊന്നും പറയുന്നില്ല, രാത്രികാലങ്ങളിൽ ജനാലക്കരികിൽ വെളിച്ചവും വെട്ടമൊക്കെ കാണുന്നത് ഞാൻ അറിയുന്നുണ്ട്, എന്തായാലും എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പവിത്രേടത്തിനെ അങ്ങനെ ചീത്ത അറിയുന്നത് കാർത്തിക തടയുമ്പോൾ അങ്ങനെ പറയും, അതെ പവിത്രേടത്തി ഏടത്തി ആയതുകൊണ്ട് മൂത്തതായതുകൊണ്ട് ഞാൻ അടിക്കില്ല, പക്ഷെ നീ എൻ്റെ ഇളയതാ, എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ അടിക്കുകയും ചെയ്യും എന്നങ്ങനെ പറയും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഉണ്ണിയേട്ടൻ പോയപ്പോൾ ഇങ്ങനെ ചോദിക്കും പവിത്രേടത്തി, എന്തായാലും ഇവനെന്താ അവളെ മനസ്സിലാക്കാത്തത്, അവനെന്തൊരു പൊട്ടനാ, എന്തായാലും നമ്മളായിട്ടൊന്നും പറയണ്ട, അവനെ നമ്മുടെ ഉണ്ണിയേട്ടൻ തന്നെ എല്ലോ ഒരു തവണ മനസ്സിലാക്കും, അങ്ങനെ സ്വയം മനസ്സിലാക്കട്ടെ എന്നും പറയും. ഇതേസമയം വിജിതയ്ക്കും ഉണ്ണിക്കും ഒരു കുട്ടി ഉണ്ടാവാത്തതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വീണ്ടും അവരുടെ ആശുപത്രി തന്നെ വിജിത ചെല്ലും. അപ്പം ഡോക്ടർ ഇങ്ങനെ പറയും, അതെ എന്തായാലും ട്രീറ്റ്മെൻറ്റ് വേണം, ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ട് ഉണ്ണീനോട് വിജിത ട്രീറ്റ്മെൻറ്റിന് വിധേയമാവാൻ പറയണം. എന്തായാലും ഇപ്പം പറയേണ്ട ഡോക്ടറെ, കുറച്ച് കഴിയട്ടെ, അല്ല ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവണ്ടേ? വിജിതയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, ഇനിയിപ്പം കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ കുട്ടി പോലും ഉണ്ടാവാൻ കഴിയാത്ത ഒരു മനുഷ്യനാണല്ലോ ദൈവമേ ഞാൻ ഭർത്താവായിട്ട് സ്വീകരിച്ചത്, മര്യാദയ്ക്ക് എനിക്ക് ദീപൻ എങ്ങ് കാത്തിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഒക്ടോബർ 25 എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് തന്നെ അവൾ പറയും, ഡോക്ടറെ ഇപ്പം എന്തായാലും ഈ ഒരു പ്രശ്നം ഉണ്ണിയേട്ടനോട് പറയണ്ട, ഞാൻ കുറച്ച് സാവധാനം സമയം എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വരാം, ഇപ്പം എന്തായാലും ഡോക്ടർ പറയണ്ടെന്ന് പറയും. കാരണം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയും, ഞങ്ങളെ ദാമ്പത്യം അത്ര സുഖകരമല്ല, മുന്നോട്ട് പോകുമോ എന്ന് പോലും അറിയില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നും വിജിത അങ്ങനെ പറയും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കും. എന്തായാലും ഓണറിൻ്റെ ഈ ആശുപത്രിയുടെ ഓണറിൻ്റെ മോളല്ലേ, പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എന്തായാലും ഉണ്ണിനോട് ഇതൊന്നും പറയുന്നില്ല, പക്ഷേ ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കണ്ട എന്നും പറയും. അപ്പോൾ വിജിത പറയും, എന്തായാലും താങ്ക് യു, ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞിട്ട് വിജിത അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ വിജിത വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് കാർത്തൂൻ്റെ കയ്യിൽ ആ കത്തുണ്ടാവും. അതും കണ്ടിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വിജിത ചോദിക്കും, എന്താടി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നിൻ്റെ കാര്യം സംസാരിക്കുക, നിൻ്റെ കല്യാണമല്ലേ, കല്യാണക്കത്തൊക്കെ ഇങ്ങനെ കാണിച്ചെടുക്കും. അവളിങ്ങനെ, നിങ്ങളുടെ ഇനി ഇതും കാണിച്ച് ഉണ്ണേട്ടനെടുത്ത് കാണിച്ച് പേടിപ്പിക്കാനാണോ? നീ കാണിച്ചോ, എനിക്കിനി ഒരു പ്രശ്നവുമില്ല, അയാൾ എനിക്ക് വേണ്ട എന്നുള്ള ഒരു രീതിയിലായിരിക്കും സംസാരിക്കുക. അതെ ഇനിയിപ്പം വേണ്ടിവരില്ലല്ലോ, കാരണം ഒരാൾ മടുത്തല്ലോ, ഇനി മടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാമുകനുണ്ടല്ലോ, കാമുകനെ മതിയായിരിക്കും, ചിലപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യും, ഞാൻ ചിലപ്പം വേണമെങ്കിൽ ദീപനെയും കിട്ടും, എന്നിട്ട് ഉണ്ണേട്ടനെ ഒഴിവാക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അപ്പച്ചി അങ്ങോട്ട് കയറി വരുന്നത്. വിജിതേനെ ഇങ്ങനെ ചീത്ത പറയുന്നതൊക്കെ കേട്ടിട്ട് അപ്പച്ചി പറയും, നിനക്ക് ഇറക്കി വിട്ടൂടെ ഇവരെന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുക, നീ സമ്മതിച്ചിട്ടല്ലേ എന്ന് വിജിതേനോട് പറയും. എന്തായാലും പാവങ്ങളല്ലേ, കടിച്ചു തൂങ്ങി എവിടുന്നെങ്കിലും എന്തെങ്കിലും തിന്നുന്നത് നക്കാപ്പിച്ചയ്ക്ക് തിന്നാൻ കിട്ടുന്നത് അങ്ങ് തിന്നോട്ടെ എന്നും പറഞ്ഞിട്ട്
വിജിത അവളെ കളിയാക്കും. അല്ല മോളെ കയ്യിലെന്തോ ഒരു കത്ത്, എന്തോ കല്യാണത്തിൻ്റെ ആണോ? ആ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയോ പറഞ്ഞ് അവിടുന്ന് തലയൂരി വിജിത അങ്ങോട്ടങ്ങ് പോവും. വിജിത പോയതും അപ്പച്ചി പിന്നെ കാർത്തികേയനോടായി ദേഷ്യം. നീ എന്തിനാ അവളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നേ? നിങ്ങളെ മരുമോളില്ലേ, ഇളയ മരുമോള്, അവള് അത്ര നല്ലതൊന്നല്ല, അതാദ്യം മനസ്സിലാക്കിക്കോ. ഒരേ സമയം രണ്ട് പുരുഷന്മാരെ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതെൻ്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അത് സഹിക്കാൻ പറ്റാതെ അപ്പച്ചി എന്ത് ചെയ്യും? ഒന്നും നോക്കിയില്ല, കാർത്തികേൻ്റെ മുഖത്തിട്ട് നല്ല പോലെ അടിക്കും. കാർത്തിക ഒന്നും പ്രതികരിക്കാണ്ട് അതൊക്കെ വാങ്ങി ഒന്നും മിണ്ടാതെ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കും. നിനക്ക് നൊന്തോടി, സാരല്ല, നിനക്ക് കുറച്ച് നോവണം, ശരിക്കും ഇത് പവിത്രയ്ക്ക് കൊടുക്കേണ്ടതാ, പക്ഷേ അത് നിനക്കായി പോയെന്നേ ഉള്ളൂ എന്നും പറയും. എന്നിട്ടും കാർത്തു ഒന്നും മിണ്ടിയാല അങ്ങ് റൂമിലേക്ക് പോകുമ്പം തിരിഞ്ഞു നിന്നിട്ട് പറയും, എന്തായാലും നോക്കിക്കോ, ഒരേ സമയം രണ്ട് പുരുഷന്മാരെ സ്നേഹിക്കുന്ന അവളാ നിങ്ങളെ മരുമോള്, എന്തായാലും അവള് നിങ്ങളൊക്കെ അനുഭവിപ്പിക്കും എന്നും പറഞ്ഞ് കാർത്തു അങ്ങ് റൂമിലേക്ക് പോകും. ഇതൊക്കെ കഴിഞ്ഞ് പവിത്രയെടുത്തി നമ്മുടെ അരുൺ സാറിനെ കാണാൻ പോകും. സംഭവത്തിൻ്റെ ഗൗരവവും നമ്മുടെ കല്യാണക്കത്തൊക്കെ കണ്ടിട്ട് ദീപൻ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് അവസാനം പവിത്രയെടുത്തി പറയും, എന്തായാലും അവിടെ നമ്മുടെ കാർത്തു സുരക്ഷിതയല്ല, ഇന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇങ്ങനെ പറയുകയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് അരുൺ സാറിൻ്റെ കൂടെ ജീവിച്ചോ, അതാണ് നല്ലത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പം കുറേ ഒരു മാറ്റമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ശുഭമായിട്ട് തന്നെ അവസാനിക്കുന്നു പ്രതീക്ഷിക്കാം എന്ന് പറയുന്നതാണ് അവസാനം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്